PSC ലൈവ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള, എന്നാൽ എല്ലായിടത്തും ഞാൻ സാധാരണയായി യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ കാണാതെ ഇരുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതി ഉൾപ്പെടുത്തുന്നതാണ്. ഇത് കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്ക്. അതായത് കൈറ്റ് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും സാധാരണയായിട്ട് ആരും പറഞ്ഞു കേൾക്കാത്തതും എന്നാൽ നമ്മുടെ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 2-3 പോയിന്റുകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, കൈറ്റിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായിട്ട് മാറ്റാനായിട്ടുള്ളൊരു പദ്ധതി രൂപവൽക്കരിച്ചത്. അതായത് പൊതുവിദ്യാലയങ്ങളിലെയും എല്ലാം തന്നെ അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തുന്നതിനായിട്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം ഒരു 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന ഒരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളാണ്. അതിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുക എന്നൊരു പദ്ധതിയാണ്. ഒപ്പം പ്രാദേശിക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതിയായ പ്രിസം, ഈ പ്രിസം പദ്ധതി വഴിയാണ് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി മാറുന്നത്. പ്രിസം എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് റീജിയണൽ സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻസ്. പ്രിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹൈടെക് സ്കൂളുകളായി സാധാരണ നമ്മുടെ ക്ലാസ് റൂമുകൾ മാറുന്നത്. അടുത്തതായിട്ടൊരു പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പൂർണ്ണ ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ, TC, യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവയുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൈറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു ഓൺലൈൻ വെബ്സൈറ്റാണ് സമ്പൂർണ്ണ. ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് സമ്പൂർണ്ണ എന്നത് നിലവിൽ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് സാധാരണയായി ഞാൻ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. FOSS, ഫോഴ്സ്, ഫ്രീ ആൻഡ് F മീൻസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സിസ്റ്റം. ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ സിസ്റ്റം. ഇത് പ്രകാരമാണ്, ഈ ഫോഴ്സ് പ്രകാരമാണ് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ നമ്മുടെ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിട്ടുള്ളത്. 2012 മുതലാണ് ഈ സമ്പൂർണ്ണ ആക്റ്റീവായിട്ടുള്ളത്, ഈ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഒരു പ്രധാന പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. കൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അംഗങ്ങളായിട്ടുള്ള പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് അഥവാ IT ക്ലബ്ബുകൾ. ഇതൊരു IT ക്ലബ്ബാണ്. കുട്ടികളിൽ വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ICT ഉപകരണങ്ങളുണ്ടല്ലോ, അതിന് ആവശ്യമായ അറിവ് ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് ഇതേ രീതിയിൽ ആരംഭിച്ച ആദ്യത്തെ പദ്ധതിയാണ്. ഇതിൻ്റെ ഒരു മുൻ പദ്ധതി എന്ന് പറയാവുന്നതാണ് ഹായ് സ്കൂൾ കുട്ടിക്കൂട്ടം എന്ന പദ്ധതി. ഹായ് സ്കൂൾ കുട്ടിക്കൂട്ടം ഈ പദ്ധതിയാണ് പിന്നീട് ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് മാറിയത്. ഹൈടെക് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ IT കൂട്ടായ്മയായ ഈ പദ്ധതി 2018 ജനുവരിയിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ലിറ്റിൽ കൈറ്റ്സ് എന്ന പദ്ധതി 2018 നിലവിൽ വന്നത്. ഹായ് സ്കൂൾ കുട്ടിക്കൂട്ടം എന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ വേർഷനാണ് ലിറ്റിൽ കൈറ്റ്സ് എന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് കൈറ്റ് ഈ സ്കൂൾ വിക്കി തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരു വിജ്ഞാനകോശമാണ്. വിദ്യാർത്ഥികളിലെ സർഗാത്മകമായിട്ടുള്ള സൃഷ്ടികളും അതുപോലെ തന്നെ അധ്യാപകർ തയ്യാറാക്കുന്ന പഠന സഹായ വിവരങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. നമ്മുടെ വിക്കിപീഡിയ പോലെ തന്നെ നമ്മുടെ സ്കൂളിലുള്ള ഒരു
സോഫ്റ്റ്വെയർ. അതാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. ഒരു വിജ്ഞാന കോശമാണ് സ്കൂൾ വിക്കി. ഈ 3 എണ്ണമാണ് സാധാരണയായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞ് കേൾക്കാതിരുന്ന 3 കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങൾ. എവർക്കും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി.